മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ വലിയ സമൂഹത്തിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള പരിശുദ്ധ കുർബാനയിൽ ആയിരുന്നല്ലോ. കുർബാനയുടെ തിരുനാളിൻ്റെ സന്ദേശം, മനോഹരമായ സന്ദേശം രൂപതയുടെ അസിസ്റ്റൻ്റ് പ്രൊക്രിയേറ്റർ അച്ഛൻ തോലാനിക്കലച്ഛന് നമുക്ക് നൽകി. ഞാനതിലേക്ക് ഒന്നും അതുകൊണ്ട് പ്രവേശിക്കുന്നില്ല. നമ്മളുടെ മദ്ബഹായിലേക്ക്, അൾത്താരയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അതിൻ്റെ നടുവിൽ ഈശോയുടെ പടമാണ്, ഐക്കണാണ്. ആ ഐക്കണിൽ ഈശോയുടെ കയ്യിൽ വേദപുസ്തകത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 2 ചെറിയ വാക്യമാണ് സുറിയാനിയിൽ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അതിൻ്റെ തൊട്ട് അടുത്ത് പരിശുദ്ധ അമ്മയും മാറിയോസേപ്പും, തൊട്ടു താഴെ 12 ശ്ലീഹന്മാരും. അവർ എല്ലാവരും സംസാരിച്ചിരുന്ന ഭാഷയിലാണ് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ബലി അർപ്പിച്ചത്. പരമായ സുറിയാനി ഭാഷ മാതൃഭാഷയായിട്ട് സ്വീകരിച്ചവരായിരുന്നു യേശുപിതാവും മറിയവും മറ്റ് എല്ലാ ശ്ലീഹന്മാരും. ഈശോ സംസാരിച്ച ഭാഷയും നമ്മളിപ്പോൾ ചൊല്ലിയ, കുർബാനയിൽ ചൊല്ലിയ ആ ഭാഷയാണ്. നമുക്ക് ആ ഭാഷയിൽ ഇവിടെ 2000-ലധികം വർഷങ്ങൾ കഴിയുമ്പോഴും അതേ ഭാഷയിൽ കർത്താവിൻ്റെ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു ദൈവകൃപയാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വളരെ അപൂർവം ചില സഭകൾക്ക് മാത്രമേ വെളിപാടിൻ്റെ ആ ഭാഷ, അരമായ ഭാഷ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റ് ആരും തന്നെ ഇതേ ഭാഷയിൽ ഇതുപോലെ കുർബാന ചൊല്ലുന്നവരുമില്ല. സ്വന്തം മാതൃഭാഷ ആയിട്ട് സുറിയാനി സ്വീകരിച്ചിട്ടുള്ള കൽദായ സഭ ഒഴികെ മറ്റാരും. നമുക്ക് ദൈവം തന്ന വലിയൊരു ഭാഗ്യമാണത്. ഇന്ന് നമ്മൾ ഈ ഇടവകയുടെ മധ്യസ്ഥൻ്റെ വിശുദ്ധ യൂദായുടെ തിരുനാൾ നമ്മൾ ആരംഭിച്ചു വെക്കുമ്പോൾ ആ ശ്ലീഹന്മാരുടെ സമൂഹത്തിലുള്ള അവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് അച്ഛനെ നമ്മളോട് പറഞ്ഞത്. ആ ശ്ലീഹന്മാർ, പ്രത്യേകിച്ച് ഇന്ന് മിഷൻ ഞായറാഴ്ച, പോകുവിൻ എന്ന് ഈശോ അവരോട് പറഞ്ഞല്ലോ. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിന് അതിർത്തികൾ ഇല്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഈശോയുടെ സുവിശേഷം അറിയിക്കാം. മിഷൻ ഞായറിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. നമ്മൾ പോയാൽ മാത്രം പോരാ, നമ്മൾ പോയി കണ്ടുമുട്ടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുസഭയുടെ ഏറ്റവും വലിയ സത്യപ്രബോധനമാണത്. ആ നാമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ മാമോദീസ മുക്കണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ പോകണം, ഈശോയെക്കുറിച്ച് പറയണം, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കണം, അതിനുശേഷം മാമോദീസ മുക്കണം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, ഒന്നും പേടിക്കേണ്ട. മിഷൻ ഞായറിൻ്റെ തിരുവചനം അതാണ്. തോമാസ് ലീഹ അത് കേട്ട് വിദൂരത്തുള്ള നമ്മളുടെ ഈ നാട്ടിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച് നമ്മുടെ പൂർവികരെ മാമോദീസ മുക്കിയതിൻ്റെ അടയാളമായിട്ടാണല്ലോ നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. തോമാസ് ലീഹ നമുക്ക് വലിയ സുവിശേഷം പരമായ ഭാഷയിൽ ഇവിടെ കൊണ്ടുവന്ന് തന്നതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതുപോലെ ഈ ഇടവകയുടെ മധ്യസ്ഥനായ ശ്ലീഹായുടെ ഓർമ്മ ഇവിടെ സവിശേഷമായ രീതിയിൽ നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരുനാൾ ആഘോഷം കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നത്. ഈ തിരുക്കർമ്മത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും
ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പല പള്ളികളിൽ എല്ലാം ഇരുന്ന് പള്ളി പണിയിപ്പിച്ചും അജപാലന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തും നല്ല പരിചയമുള്ള അച്ഛനാണ്. നിങ്ങൾക്ക് ദൈവജനത്തിന് അത്യാവശ്യമുള്ള ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് ദൈവത്തോടുള്ള കൂടുതലായ അടുപ്പമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. അതിനൊക്കെയുള്ള ഒരവസരമായിട്ട് നമ്മളുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ പരിശുദ്ധ കുർബാനയിൽ സംഗീതം പകർന്ന ടീമിനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അവർ നമുക്ക് വളരെ സാമർഥ്യമുള്ള പാപ്പുച്ചേട്ടന്, വയലിനിസ്റ്റ്, അതുപോലെ ഹാർമോണിയം വായിക്കുന്ന യോസേട്ടന്, പിന്നെ നമ്മുടെ കത്തീഡ്രലിലെ സാറ്, വൈദിക വിദ്യാർത്ഥികൾ, ഇങ്ങനെ വലിയൊരു ടീം ഈ കുർബാന നല്ലതുപോലെ പഠിച്ച് മനോഹരമായ ഗീതം പകർന്ന് കർത്താവിൻ്റെ വീട്ടിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നവരാണ്. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.